കാക്കനാട് ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു വില്ലയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുള്ളത്. വികാസവാണിക്കടുത്ത് കടമ്പ്രയാർ ഇക്കോ ടൂറിസത്തിന് തൊട്ടടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 3 വില്ലകളായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 65 ലക്ഷം രൂപ ആസ്കിംഗ് പ്രൈസ് വരുന്ന വില്ലകളായതുകൊണ്ട് തന്നെ 2 വില്ലകൾ സോൾഡ് ഔട്ടായി കഴിഞ്ഞു. ഇനി ഈ വീട് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ 3 സെൻറ്റ് 300 ലിങ്സ് ലാൻഡ് ഏരിയയിൽ 1600 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK കൂടിയാണ്. നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. നേരെ നമ്മൾ കോമ്പൗണ്ടിനകത്തേക്കാണ് വരുന്നത്. വീടിൻ്റെ എലവേഷൻ വന്നിരിക്കുന്നത് ബോക്സി ഡിസൈനിലാണ്. സ്ലൈഡിങ് ഗേറ്റും ഫോൾഡിംഗ് ഗേറ്റുമാണ് ഇതിന് വന്നുള്ളത്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ പോർച്ചിലേക്കാണ് വരുന്നത്. പോർച്ചിൽ വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡാണ്. ഈസ്റ്റ് സൈഡിൽ നടക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വെസ്റ്റ് സൈഡിലേക്കാണ് വരുന്നത്. ഇവിടെയും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കടപ്പ കല്ലാണ് വന്നുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് വരാനുണ്ട്. നല്ല കിണർ വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ്. കിച്ചണിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായി വരുന്ന സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. താഴെ പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇനി പ്ലാന്റ്സ് നടാൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി വെസ്റ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും നടക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീടിനകത്തേക്ക് വരികയാണ്. സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത് നാനോ ടൈലിലാണ്. മാറ്റ് ഡിസൈനിലുള്ള ടൈലാണ് വന്നുള്ളത്. പില്ലറിൽ ക്ലാഡിങ് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. നേരെ അകത്തേക്ക് കയറാം. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ്. 2 പീസ് ഡോറ് വന്നിട്ടുണ്ട്. ഫുൾ പാനൽ ചെയ്ത് ഭംഗിയുള്ളൊരു ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ അകത്തേക്ക് വരാം. ലിവിങ് സ്പേസ് ആണ്. നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. കോർണർ സോഫ സെറ്റ് ഇടാം. ടീപ്പോ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കിൽ LED ലൈറ്റുകൾ കൂടുതലും വന്നിരിക്കുന്നത് വാം ലൈറ്റ് ആണ്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. 3 പാളി ജനൽ പാനൽ ചെയ്തിരിക്കുകയാണ്. ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡുമാണ്. അപ്പോൾ വലിയ വിൻഡോസുകളാണ് ഇതിന് കൂടുതലുള്ളത്. ഇനി ടി യൂണിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിപ്പമുള്ളൊരു TV ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഗൾജൻ പ്ലൈവുഡിലാണ് ചെയ്തിട്ടുള്ളത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. വശങ്ങളിലെല്ലാം വുഡിൻ്റെ ഒരു ടെക്സ്ചറിലുള്ള ലാമിനേഷൻ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ഒരു വുഡിൻ്റെ തീമാണ്. അതും ടീക്ക് വുഡിൻ്റെ ഒരു തീമിലാണ് ഇതിൻ്റെ സൈഡ് ബീഡിങ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. നേരെ നമ്മൾ ഡൈനിങ്ങിലേക്ക് വരികയാണ്. നല്ല വലുപ്പമുള്ളൊരു ഡൈനിങ് സ്പേസാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതും ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള സ്പേസാണ്. സ്റ്റെയർ വരുന്നതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് അകത്തേക്ക് കൂടുതലായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് 3 സൈഡിലായിട്ടാണ് വിൻഡോസുകൾ ഇതിന് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതായത് ഈസ്റ്റ് സൈഡിലും സൗത്ത് സൈഡിലും അതുപോലെ തന്നെ വെസ്റ്റ് സൈഡിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ഹൈറ്റ് വരുന്ന ഭാഗത്തൊക്കെ വലിയ വലിപ്പമുള്ള വിൻഡോസുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫാൾ സീലിങ്ങിൻ്റെ വർക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കോപ്പർ LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിനൊരു ഓപ്പണിങ്ങും കൂടി വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട്. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് ഭംഗിയായിട്ടൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡൈനിങ്ങിൽ നിന്ന് ഒരു ഓപ്പണിങ്ങും നമുക്ക് കിട്ടുന്നുണ്ട്. ഓപ്പൺ കിച്ചനാണ്. ഈ സൈഡിലായിട്ട് നമുക്ക് കോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. അതിനകത്ത് LED ലൈറ്റിലൊക്കെ വരാനുണ്ട്. അപ്പോൾ ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു ചെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഡിസൈനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സോ ക്യൂരോസോ ഒക്കെ വയ്ക്കാവുന്ന രീതിയിൽ ഇതും ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൗണ്ടറാണ്. വാഷ് കൗണ്ടറാണ്. വലിപ്പമുള്ളൊരു ഗ്രാനൈറ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഇതിൻ്റെ കട്ടിങ് 45 ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ടാണ് ഇത് ഒട്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിങ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വലിപ്പമുള്ളൊരു സെറയുടെ വാഷ് ബേസിനും പില്ലർ കോക്കും നല്ല വലിപ്പമുള്ള റൗണ്ട് ഷേപ്പിലുള്ള മിററും കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലെ ടൈലിൻ്റെ കളർ പാറ്റേണും ഭംഗിയായിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അപ്പോൾ കളർഫുള്ളായിട്ടുള്ളൊരു വാഷ് കൗണ്ടർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ കിച്ചണിലേക്കാണ് വരുന്നത്. കിച്ചൺ വന്നിരിക്കുന്നത് L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചുകൊണ്ടാണ്. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് ഫുഡും ഹോബും ഒക്കെ വയ്ക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ കളർ പാറ്റേണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രേ ബ്ലാക്ക് ഡിസൈനിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഓട്ടോ ക്ലോസ് ആണ്. ഇഞ്ചസ് എല്ലാം ഓട്ടോ ക്ലോസിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചുമ്മാ അങ്ങ് വലിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്ലോസ് ആവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടാൻഡം ബോക്സിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് എടുത്തു പറയേണ്ടത് ഫ്രിഡ്ജിൻ്റെ പൊസിഷനാണ്. ഈ ഭാഗത്തായിട്ട് കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ഫ്രിഡ്ജ് വെക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ ക്വാളിറ്റി ഉള്ള സിങ്കും ടാപ്പും ഒക്കെ വരുന്നുണ്ട്. സെറയുടെ ടാപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നോർത്ത് സൈഡിൽ 3 പാളി ജനലാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് സൈഡിൽ ഓരോ പാളി വീതം ജനൽ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള കബോർഡുകൾ ഇതിന് വന്നിട്ടുണ്ട്. വർക്ക് ഏരിയ ആഡ് ചെയ്യാവുന്നതാണ്.
ഇവിടെയായിട്ട് വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. തറനിരത്തിൽ നിന്ന് ഉയർത്തിയിട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ വേസ്റ്റ് ടാങ്കുകളെല്ലാം വലിപ്പമുള്ള ടാങ്കുകളായതുകൊണ്ട് തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് നമുക്ക് ഇതിൻ്റെ കോൺക്രീറ്റ് ടാങ്ക് വന്നുള്ളത്. വേസ്റ്റ് മാനേജ്മെൻറ്റിന് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വലിപ്പമുള്ള പിറ്റുകളാണ് ഇതിന് കൊടുത്തുള്ളത്. ഭംഗിയായിട്ട് ഇതിനെ നമുക്ക് വർക്ക് ഏരിയ ആയിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. അതും ബിൽഡർ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഒരു ഇക്കോ ടൂറിസം ഭാഗം ആയതുകൊണ്ട് തന്നെ പാടം ഏരിയ നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പം കുറച്ചും കൂടി ഗ്രീനറി നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലഡ് ഒട്ടും തന്നെ ബാധിക്കാത്ത ഏരിയയും കൂടിയാണ്. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ്. നോർത്ത് വെസ്റ്റ് ഭാഗത്തും നമുക്ക് സ്പേസ് ഉണ്ട്. അവിടെയായിട്ട് വേണമെങ്കിൽ ഒരു അലക്കയിലൊക്കെ കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. നേരെ അകത്തേക്ക് കയറാം. നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ വരുന്നത്. നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് 12 അടി നീളവും 11 അടി വീതിയും വന്നിരിക്കുന്ന ബെഡ്റൂമാണ്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നോർത്ത് സൈഡ്. നോർത്ത് സൈഡിൽ ഓരോ പാളി വിൻഡോസാണ് വന്നുള്ളത്. ഇത് വെസ്റ്റ് സൈഡാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. വലിപ്പമുള്ള 3 പാർട്ടായിട്ട് തുറക്കാവുന്നൊരു ഡിസൈൻ വന്നിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. ഫാൾ സീലിംഗിൽ കോപ്പർ LED സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് വന്നുള്ളത്. അത് കൂടാതെ തന്നെ ഫൈബർ ലാമിനേഷൻ വർക്ക് വന്നിട്ടുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൻ പെഡസ്റ്റൽ ടൈപ്പ് വന്നിട്ടുണ്ട്. മിറർ കൊടുക്കാവുന്നതാണ്. അവിടെ ഇനി മിററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. സെറയുടെ ഫിറ്റിങ്സ് വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ഡൈവേർട്ടർ വന്നുള്ളത്. അത് ജാഗ്വറിൻ്റെയാണ്. റെയിൻ ഷവർ കറക്റ്റായിട്ട് മേലെയാണ് വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫാൾ സീലിംഗിൽ LED ലൈറ്റുകളും ജിപ്സം പാനൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടൈലിൻ്റെ കളർ പാറ്റേണും ഭംഗിയാണ്. മാറ്റ് ടൈലാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്. ഫൈബർ ഡോറും വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്വിച്ചസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് മെഡലിൻ്റെ ബ്ലാക്ക് ഷെയ്ഡിലുള്ള സ്വിച്ചസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ സ്റ്റെയറിലേക്ക് വരികയാണ്. സ്റ്റെപ്പ് വന്നിരിക്കുന്നത് നാനോ ടൈലാണ്. മാറ്റ് ടൈൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കളർ പാറ്റേണോട് ചേരുന്ന രീതിയിലാണ് ഹാൻഡ് റെയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വുഡാണ് പൊതിഞ്ഞിട്ടുള്ളത്. നേരെ മേലേക്ക് കയറാം. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പർ ലിവിങ് സ്പേസ് ആണ്. ഡബിൾ ഹൈറ്റ് വരുന്ന ഭാഗത്ത് വലിപ്പമുള്ള വിൻഡോസുകൾ കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ ഇത് ഈസ്റ്റ് സൈഡാണ്. 3 പാളി ജനലും വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് സോഫ സെറ്റ് ഇടാവുന്നതാണ്. വലിപ്പമുള്ള ഒരു TV നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടി യൂണിറ്റും കിട്ടിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഫാൾ സീലിംഗിൽ LED ലൈറ്റുകളും ജിപ്സം പാനൽ വർക്കും കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ മാറി ഒതുങ്ങി സ്റ്റഡി ഏരിയ കിട്ടുന്നുണ്ട്. അതായത് കമ്പ്യൂട്ടർ ടേബിളായിട്ടോ ബുക്ക് ഷെൽഫും ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിനെ വർക്ക് സ്പേസ് ആക്കി മാറ്റിയെടുക്കാനും പറ്റുന്നതാണ്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. നമ്മളിപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ ഒരു ഹൈലൈറ്റ്സ് തന്നെ പാടത്തേക്ക് ഒരു വ്യൂ ഉണ്ട്. ഒരു ഗ്രീനറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നേരെ നമുക്ക് അത് ആദ്യം നോക്കാം. നല്ല ഭംഗിയുള്ളൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഹാൻഡിൽ വരാനുണ്ട്. അപ്പോൾ നല്ല നോക്കത്താത്ത ദൂരത്തോളം പാടമാണ്. അപ്പോൾ നല്ലൊരു ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു സ്ട്രെസ് റിലീസായിട്ടൊക്കെ ആയിട്ട് നമുക്കിവിടെ ഒരു ചെയറൊക്കെ ഇട്ടിരിക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കിട്ടിയുള്ളത്. ഇത് വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. ഏകദേശം ഒരു 12.5 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഇവിടെയാണ് അതിൻ്റെ കബോർഡ് വന്നുള്ളത്. 3 പാർട്ടായിട്ട് തുറക്കാം. ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ ബെഡ്റൂമിൻ്റെ ബാത്റൂമിലേക്ക് വരാം. സെയിം ഫിറ്റിങ്സ് തന്നെയാണ്. സെറയുടെ ഒരു വാഷ് ബേസിൻ, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഡൈവേർട്ടർ ജാഗ്വറാണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളർ പാറ്റേൺ ഒന്ന് മാറിയിട്ടുണ്ട്. മാറ്റ് ടൈലാണ് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് ഒന്ന് വരാം. ശരിക്കും 3+ എന്ന് തന്നെ പറയാം. ഇവിടെയായിട്ട് UPVCയിൽ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പവർ പോയിന്റ്, വാട്ടർ പോയിന്റ്, ഇവിടെ അയൺ ടേബിൾ ഇടാനുള്ള സ്പേസ്, ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗമാണ്. സ്ക്വയർ ട്യൂബിലാണ് ചെയ്തുള്ളത്. ഹാൻഡ് റീലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് ഷീറ്റ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസും കൂടി നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഓപ്പൺ ടെറസ് ഏരിയ ഷീറ്റ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. 3ാമത്തെ ബെഡ്റൂമാണ്. 12 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂം തന്നെയാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഫാൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിപ്പമുള്ള കബോർഡുകൾ വന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. പിന്നെ നമ്മളിതിൻ്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. വലിപ്പമുള്ള കവേർഡ് ബാൽക്കണിയാണ്. തൂണിലെല്ലാം ഗ്ലാഡിംഗ് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ, ടഫൻഡ് ഗ്ലാസ് വരുന്നുണ്ട്.
ഒരു ഊഞ്ഞാലും മറ്റുമൊക്കെ കൊടുക്കാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. സിമെൻറ്റ് ടെക്സ്റ്റർ വർക്കുകളൊക്കെ ഒരു ഭിത്തിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1, 2, 3 ചേരുന്ന സ്പേസ് മാത്രമല്ല, ഒരു ഊഞ്ഞാലും കൂടി കൊടുക്കാനുള്ള സ്പേസും കൂടി നമുക്ക് ഈ ബാൽക്കണിയിലുണ്ട്. അപ്പം മനോഹരമായുള്ള വീടിൻ്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 3 സെൻറ്റ് 300 ലെങ്സ് ലാൻഡ് ഏരിയയിൽ 1600 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇതിന് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 65 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്ട് ചെയ്യുക. ഇനി ഈ ഒരു വീട് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 2 വീഡിയോസ് സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു. അപ്പോൾ മടിക്കാതെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.